നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിലാണ്. പോസ്റ്റൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്വന്തമായിട്ട് പിൻകോഡ് ഉള്ളത് ആർക്കാണെന്നറിയാം? ഇന്ത്യയിൽ സ്വന്തമായിട്ട് പിൻകോഡ് ഉള്ളത് ഒന്ന് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് പിൻകോഡുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പിൻകോഡ് ആർക്കുണ്ട്? ശബരിമല ക്ഷേത്രത്തിന് എന്തുണ്ട്? സ്വന്തമായിട്ട് പിൻകോഡുണ്ട്. അതുപോലെ തന്നെ പറയുകയാണ്, പിൻകോഡ് സിസ്റ്റം നിലവിൽ വന്ന വർഷം എന്നാണ്? 1972. 1972 പിൻകോഡ് നിലവിൽ വന്നത്. പിൻകോഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് അറിയാമോ? പിൻകോഡിൽ 6 അക്കങ്ങൾ. എത്രയാണ്? 6 അക്കങ്ങളാണ്. അതുപോലെ തന്നെ മണി ഓർഡറായിട്ട് അയക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക എത്രയാണ്? മണി ഓർഡറായിട്ട് അയക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക എന്ന് പറഞ്ഞാൽ 4500 രൂപയാണ്. 4500 രൂപയാണ് മണി ഓർഡറായിട്ട് അയക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക. 4500 രൂപയ്ക്ക് മുകളിൽ ഉള്ളൊരു സംഖ്യ എന്ത് ചെയ്യാൻ കഴിയില്ല? മണി ഓർഡറായിട്ട് അയക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച എവിടെയാണ്? എറണാകുളത്താണ്. എവിടെയാണ്? എറണാകുളത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റൽ ATM എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റൽ ATM എന്ന് പറഞ്ഞാൽ പാട്നയിലാണ്. എവിടെയാണ്? പാട്നയിലാണ്. അതുപോലെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്നറിയാമോ? MB രാജേഷ്. ആരാണ്? MB രാജേഷ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രിമാരുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു കേട്ടോ. 680 690 വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക. പരീക്ഷയ്ക്ക് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് പേരെന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ദിവസം ഞാൻ എത്ര തിരക്കായാൽ പോലും, എത്ര താമസിച്ച് വന്നാൽ പോലും ഒരു വീഡിയോ എങ്കിലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക.